പശ്ചിമേഷ്യ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാനും അമേരിക്കയും ഇസ്രായേലും നേർക്കുനേർ വന്നൊരു പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംഘർഷം ഈ മൂന്ന് രാജ്യങ്ങൾക്കിടയിലാണെങ്കിലും വേറെ ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടിയ ഒരു സംഘർഷാവസ്ഥ കൂടെയാണിത്. അത് മറ്റെവിടെയല്ല, അത് ഇന്ത്യയിലാണ്. ഒന്നാമത്തെ കാര്യം ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയം തന്നെയാണ്. എത്രമാത്രം പ്രിസിഷനായിട്ടാണ് ആ ഒരു ഓപ്പറേഷൻ ഇന്ത്യ പൂർത്തിയാക്കിയത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ സിവിലിയന്റെ ദേഹത്ത് ഒരു പൊടി മണ്ണ് പോലും വീഴാതെ എങ്ങനെയാണ് അത്രയും വലിയൊരു റിട്ടാലിയേഷൻ നടപ്പിലാക്കി തീർപ്പാക്കിയത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നിലവിൽ GCC രാജ്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അറിയണം. ഒരടിക്ക് തിരിച്ചടി എന്നോണമാണ് ആദ്യം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നത്. സ്വാഭാവികമായും അവിടെ നിന്നൊരു പ്രതികരണം ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ ആ ഒരു പ്രതികരണത്തെ ഇന്ത്യയിലെ ഒരു നഗരത്തിൽ പോലും ഒരു മിസൈൽ കഷ്ണം പോലും വീഴാത്ത രീതിയിൽ എങ്ങനെയാണ് ഇന്ത്യ തടുത്തത് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എത്രമാത്രം വിജയകരമായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷാവസ്ഥയിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ള അബുദാബി, ദുബായ് ഒക്കെ പോലെയുള്ള നഗരങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങൾ എന്നറിയപ്പെടുന്ന നഗരങ്ങളാണ്. അത്തരമൊരു നഗരമായ അബുദാബിയിലാണ് ഇറാന്റെ ഒരു റോക്കറ്റ് ആക്രമണത്തിലോ അതല്ലെങ്കിൽ ഒരു മിസൈൽ ആക്രമണത്തിലോ ഒരു പാക് പൗരൻ കൊല്ലപ്പെടുന്ന സാഹചര്യം വരെ ഉരുത്തിരിഞ്ഞു വന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒരു മോശം രാജ്യമാണെന്നോ അതല്ലെങ്കിൽ അബുദാബി ഒരു മോശം നഗരമാണെന്നോ പറയാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത്. മറിച്ച് അതിനേക്കാൾ എത്രയോ ജനസാന്ദ്രത കൂടുതലായിട്ടുള്ള, എത്രയോ ജനങ്ങൾ തിങ്ങിപ്പാർത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരത്തിൽ സിവിലിയൻസിന് നേരെയുള്ള എല്ലാ ആക്രമണങ്ങളെയും അടിച്ചിടാനുള്ള കരുത്ത് ഇന്ത്യ കാണിച്ചു എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ വ്യക്തമായത്. ആക്രമിക്കപ്പെട്ട പല രാജ്യങ്ങളുടെയും വ്യോമ പ്രതിരോധം സംഭാവന ചെയ്തിരിക്കുന്നത് അമേരിക്കയാണ്. എന്നിട്ടും അവർ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് തുടരാപ്പാക്കലാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സംഘർഷാവസ്ഥയിൽ മനസ്സിലായ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയ്ക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ മേൽ വന്നിട്ടുള്ള ആത്മവിശ്വാസത്തിന്റെയും വിശ്വാസത്തിന്റെയും കണക്കാണ്. എന്തൊക്കെ സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിലും, ഏത് രാജ്യത്താണ് തങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് എന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നൊരു സൈനിക വിമാനം അവരെ കൊണ്ടുവരാനായി ആ നാട്ടിലേക്ക് എത്തുമെന്നുള്ള വിശ്വാസം ഓരോ പ്രവാസിക്കും വന്നു എന്നുള്ളതാണ്. ഏതൊക്കെ രീതിയിൽ സംഘർഷം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, ആ സംഘർഷത്തിന് ഒരറുതി വരുത്തിയിട്ടാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഇന്ത്യൻ പൗരന്മാരെ സ്വന്തം നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരും എന്നുള്ള വിശ്വാസമാണ് ഇന്ത്യ ഗവൺമെന്റ് റഷ്യ യുക്രൈൻ സംഘർഷാവസ്ഥയിൽ നൽകിയത്. ഇന്ത്യൻ പൗരന്മാരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി ഏതാനും മണിക്കൂറുകൾ വരെ റഷ്യ യുക്രൈനെ ആക്രമിക്കാതിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ സംഘർഷാവസ്ഥയിൽ മനസ്സിലായത് മറ്റൊരു കാര്യമാണ്. നിലപാടുകളുടെ രാജകുമാരന്മാരുടെ കാര്യം, ലിബറലുകളുടെ കാര്യം. പൊതുവെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ അണ്ടർഡോഗിന്റെ കൂടെ നിൽക്കുക എന്നതാണ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമോ ലെഫ്റ്റ് എന്നിവരുടെ ശീലം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈന്റെ ഭാഗം പിടിച്ചു. അമേരിക്ക വെനസ്വല വന്നപ്പോൾ വെനസ്വലയുടെ കൂടെ. ഇസ്രായേൽ പാലസ്തീൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാലസ്തീന്റെ കൂടെ തന്നെ നിൽക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും പാകിസ്ഥാന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അമേരിക്ക, ഇസ്രായേൽ ചേർന്നിട്ട് ഇറാനെ ചേർന്നടിച്ചപ്പോൾ ഇറാന്റെ പക്ഷത്തായിരിക്കും എന്നുള്ളതായിരുന്നു നമുക്കെല്ലാവർക്കും കിട്ടിയ ഉറപ്പ്. പക്ഷേ ഇവരാരും കരുതാത്ത ഒരു കാര്യം സംഭവിച്ചു. ഇറാൻ കയറി UAE, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ അന്നം തരുന്ന രാജ്യങ്ങളെ ആക്രമിച്ചു. അതോടുകൂടെ പ്രതിരോധത്തിലായി ഇവിടുത്തെ ഈ പറയുന്ന ലെഫ്റ്റ്, ഇസ്ലാമോ ലെഫ്റ്റ് എല്ലാവരും തന്നെയും. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അതിന്റെ വരവ്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, മാനവികതയാണ് വേണ്ടത്. സ്റ്റോപ്പ് വാർ. എത്ര മനോഹരമായാണ് അവർ ഡബിൾ ഡാഡി സിൻഡ്രോം കളിക്കുന്നത് എന്ന് നോക്കുക. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, സംഘർഷങ്ങൾ കേവലം സംഘർഷങ്ങൾ മാത്രമല്ല. ഈ സംഘർഷങ്ങളിൽ ഒന്നും തന്നെ ഉൾപ്പെടാതെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശത്രുവാര്, മിത്രമാര്, കൂടെ നിൽക്കാൻ പോകുന്നവരാര് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നാളെ ഇന്ത്യ ഇത്തരത്തിലൊരു സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായിരിക്കും. പാകിസ്ഥാന്റെ കൂടെ നിൽക്കാനും ചൈനയുടെ കൂടെ നിൽക്കാനും ആളുകൾ ഒരുപാടുണ്ടായിരിക്കും. അവർ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ തെരുവിൽ വരെ ഇറങ്ങിയേക്കാം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാടൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ഈ പറയുന്ന ഇന്ത്യൻ സൈനികർക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ പഹൽഗാമിൽ മതം ചോദിച്ചതിന് ശേഷം കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ ഒരു ലെഫ്റ്റും ഒരു ഇസ്ലാമോ ലെഫ്റ്റും തെരുവിലിറങ്ങിയിട്ടില്ല, ബാനറുകൾ പിടിപ്പിച്ചിട്ടില്ല, പന്തം കൊളുത്തി പ്രകടനം നടത്തിയിട്ടില്ല. പക്ഷേ എങ്ങോ കിടക്കുന്ന ഇറാനു വേണ്ടിയിട്ടവർ ഇന്ത്യയിലെയും കേരളത്തിലെയും തെരുവുകൾ കീഴടക്കും. അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയും ഇസ്രായേൽ സയണിസ്റ്റ് ശക്തികൾക്കെതിരെയും കേരളത്തിലെ തെരുവുകളിൽ മുദ്രാവാക്യങ്ങളാൽ അലയടിക്കും. എന്തിനൊരുപാട് പറയുന്നു, അങ്ങ് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന ആമസോൺ കാടുകളിലെ കാട്ടുതീക്കെതിരെ വരെ ഈ പറയുന്നവർ തെരുവിലിറങ്ങും. വേണമെങ്കിൽ അമേരിക്കൻ കോൺസുലേറ്റ് വരെ ഉപരോധിക്കും.
പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് വേണ്ടി ഇവരൊന്നും ഒരു ചെറുവിരൽ പോലും അനക്കില്ല എന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരുപാടായിട്ടുണ്ട് എന്നുള്ളതാണ്. പണ്ടാരോ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്ക് അകത്താണ് കൂടുതൽ ശത്രുക്കൾ, പുറത്തുള്ളവരുടെ എണ്ണം തുലോം തുച്ഛമാണ്.